ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനെന്നേ ഒരു ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. വിഷുവൊക്കെ അടുത്ത് വരികയല്ലേ. അപ്പം നമുക്ക് അതിന് വേണ്ട സാധനങ്ങളാണ് ഞാനിത് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് അറിയാലോ, ഇഞ്ചിപ്പുളിക്ക് ഇഞ്ചി, പച്ചമുളക്, ശർക്കര, മുളക് പൊടി, എള്ള്, കറുത്ത എള്ള്, പിന്നെ ഉലുവ, കായം. ഇത് മൂന്നും കൂടെ നമ്മൾ പൊടിക്കണം. ഈ ഉലുവയും ഈ എള്ളും കായമാണ് അവസാനം നമ്മൾ ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ ഇടുന്നത്. പിന്നെ മെയിനായി പുളി വെള്ളത്തിലിട്ട് വെച്ച് കഴുകി ഞാൻ വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ കടുക് വറുത്തണം, കടുക്, കല്ലുപ്പ്, പിന്നെ നല്ല കറിവേപ്പില, ശർക്കരയാണ്. ശർക്കര നല്ല പൊടിച്ചെടുത്ത ശർക്കരയാണത്. അത് നമുക്ക് വല്ല വേണമെങ്കിൽ ഒന്ന് ഉരുക്കിയെടുക്കുകയും ചെയ്യാം. വല്ല കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. വിഷുവല്ലേ, നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് ഇഞ്ചിപ്പുളി, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഇഞ്ചി എല്ലാവരും ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചെടുക്കും, കുഞ്ഞു 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 കഷ്ണങ്ങളായിട്ട്. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ വേഗത്തിൽ ജാറിലിട്ടിട്ട് ഇതൊന്ന് 2-3 കുറച്ച് പീസാക്കിയിട്ട് അരയാൻ പെട്ടെന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് ചെറിയ ജാറിൽ ഇതൊന്ന് നമുക്കിത് പച്ചമുളകും ഞാനൊരു 7 പച്ചമുളക് എടുത്തിട്ട് നമ്മൾ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇതിൽ. എന്നിട്ട് ഇതിന് ഒന്ന് അധികം വരെയില്ല, എന്നാലും ഒരു വിധം അരച്ചിട്ട് എടുക്കുക, എളുപ്പമാവും. അപ്പം ഇത് കുഞ്ഞു അരിയണേ കുറേ താമസം പിടിക്കും. അങ്ങനെയും ചെയ്യുക കേട്ടോ, കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞിട്ട്. അപ്പോൾ ഇതിന് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, ഇതൊന്ന് ഞാൻ മിക്സിയിലൊന്ന് അരച്ചിട്ട് വയ്ക്കാം. പിന്നെ മെയിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ, നല്ല വെളിച്ചെണ്ണയാണ് വേണ്ടത്. കുറച്ച് കൂടുതൽ തന്നെ വേണം. ഞാനിപ്പോൾ ഒരു 100 ഗ്രാം വെളിച്ചെണ്ണയാണ്, ഇത്ര വേണ്ട. ഞാൻ ഇഞ്ചി പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണതിന്, കുറച്ച് കടുക്, ഇതുണ്ടോ ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇഞ്ചി പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത്. നല്ല മൂന്ന് കഴിഞ്ഞ ഉടനെ നമ്മൾ ഒരു സ്പൂണ് വെള്ള ഉഴുന്നപ്പരിപ്പ് അതും കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് അവസാനം ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും പൊടിച്ചെടുത്തിട്ട് ഇത് ചേർത്തും. അപ്പോഴാണ് ഇതിൻ്റെ മണം, വളരെ നല്ല എള്ളിൻ്റെ ഒരു മണം നന്നായിരിക്കും. ഇതുകൊണ്ട് ഉലുവി ഒക്കെ വെച്ചിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞ് വരും. പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മളൊരു സ്പൂൺ മുളക് പൊടി ഇതിലിടാം. അത് തീ കുറച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ നല്ലപോലെ ഇഞ്ചിയും കരിവേപ്പിലൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മെയിനായിട്ടുള്ള പുളി നമ്മൾ ഇതുണ്ടോ, പുളി നല്ല ഒരുപാട് വെള്ളത്തിൽ കലക്കരുത്, കുറച്ച് കട്ടിയായിട്ട് ഞാൻ ഒഴിക്കുമ്പോൾ നമുക്ക് കാണാം. അതുകൊണ്ട് ഇങ്ങനെ കട്ടിയായിട്ട് ഒരു കല്ലുപ്പൊക്കെ ഇടുക. കല്ലുപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ടിടാം. നല്ല പഴയ പുളിയാണെങ്കിൽ നമുക്കിത് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ ഉലുവയും കായും എള്ളാണ് കേട്ടോ അതിന് മെയിനായിട്ട് വേണ്ടത്. എള്ളാണ് അതിനൊരു കുറുക്ക് പോലെ, ഒരു ഗ്രേവി പോലെ ആവും ഇത് എള്ളിടുമ്പോൾ. ഉണ്ടോ, ഞാനിത് പൊടിക്കട്ടെ കേട്ടോ. ഇതാ മക്കളെ ഇത് പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എള്ളും ഉലുവയും കായം ഇതും കൂടെ ഇതപ്പോഴും കുറുകി വരും. അതിലേക്ക് എടുത്തിട്ട് അത്രയേ ഉള്ളൂ പണി. ഒന്ന് തിളച്ചാൽ കഴിഞ്ഞു. ഉപ്പും എല്ലാം നമ്മൾ അപ്പോഴും പാകത്തിന് നോക്കി എല്ലാം റെഡിയായി, കുഴപ്പമില്ല, എല്ലാം ശരിയാണ്. നല്ല മണമാണ് ഇതിൻ്റെ. എല്ലാവരും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല മക്കളെ, ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യണേ. ഇനിൻ്റെ ഇഷ്ടപ്പെട്ടോ? നമുക്ക് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം, ആവശ്യം ഇടയ്ക്കിടയ്ക്ക് എടുക്കാം, ചെയ്യാം. കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കാം. ഞാനിവിടെ ആളൊക്കെ കുറവായതുകൊണ്ടാണ് മക്കളെ കേട്ടോ. എല്ലാവരും ഒന്നും ഉണ്ടാക്കണം. ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ തണുത്ത് വരുമ്പോൾ അങ്ങനെ അത് കുറുകിയിരിക്കും.